വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ CPM വിട്ട് CPIയിലേക്ക് പോകുന്ന സ്വീകരണ സമ്മേളനം നടക്കുകയാണ് ഇന്ന് ഉദയംപേരൂർ. എന്തുകൊണ്ടാണ് CPM വിട്ട് CPIയിലേക്ക് ഇത്രയും ആളുകൾ മാറുന്നതെന്നതിനെ കുറിച്ച് ഉദയംപേരൂരിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ CPM നേതാവുമായ രഘുവരൻ സംസാരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് CPM വിട്ട് CPIയിലേക്ക് ഇത്രയും ആളുകൾ മാറുന്നത്? CPMനകത്ത് ഉൾപാർട്ടി പ്രശ്നങ്ങളും ഉൾപാർട്ടി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനക്കകത്ത് ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിൽ പാർട്ടിയുടെ ഏരിയ ജില്ലാ നേതൃത്വങ്ങളുടെ പരാജയമാണ് ഇങ്ങനൊരു നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി കാര്യങ്ങളാകെ തകിടം മറിയുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് ഇലക്ഷനിൽ CPMന് പരാജയമുണ്ടായി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏതാനും സഖാക്കളുടെ തലയിൽ കെട്ടിവെച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നേതൃത്വമായി പ്രവർത്തിച്ച സഖാക്കൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പാർട്ടി വിലയിരുത്തി യാതൊരു ചുമതലയും ഇല്ലാതിരുന്ന സഖാക്കൾ മാത്രം നടപടിയെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് നീതിപൂർവമല്ല, സത്യസന്ധമായ ഒരു വിലയിരുത്തലല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് പാർട്ടി അംഗത്വം ഒതുക്കേണ്ടതില്ല എന്ന് 160 ആളുകൾ ഉദയംപേരൂർ തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉത്തരവാദിത്തം വേണ്ടിയിരുന്നു പല കാര്യങ്ങൾക്കും. ഇത് ജില്ലാ കമ്മിറ്റിയുടെ മാത്രം പ്രശ്നമായിട്ടാണോ കാണുന്നത്? അത് സംസ്ഥാന കമ്മിറ്റി CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനും ഈ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാന നേതൃത്വത്തെ ഞങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സംസ്ഥാന നേതൃത്വം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് താല്പര്യമുള്ള നേതാക്കന്മാരായിരുന്നു. സഖാവ് കൊടിയേരിയാണെങ്കിലും EP ജയരാജനാണെങ്കിലും അതുപോലെ തന്നെ പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി അടക്കമുള്ള ആളുകൾക്ക് ഈ ജില്ലയിലെ സംഭവങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അവർക്കെല്ലാം ഒരു അനുകൂലമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള ശക്തമായ അഭിപ്രായമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരിൽ നിന്ന് സംസാരിച്ചപ്പോഴും അവരുടെ നിലപാടുകളിലൊക്കെ കേട്ടറിഞ്ഞപ്പോഴും എല്ലാം മനസ്സിലാക്കി. പക്ഷേ ജില്ലയിലെ ഒരുപറ്റം വരുന്ന നേതാക്കന്മാർ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകളെ ഈ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളൊരു ശത്രുതാ മനോഭാവത്തിലുള്ള നീക്കമാണ് ഇവിടെ നടത്തിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എത്ര ആളുകളാണ് ഇന്ന് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്? എത്രത്തോളം ഒരു സ്വീകാര്യത ഉദയംപേരൂരിലും എറണാകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സമ്മേളനത്തിൽ 573ഓളം വരുന്ന CPIയിൽ ഇപ്പോൾ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി അംഗത്വത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ള സഖാക്കളുണ്ട്. അതുകൂടാതെ പാർട്ടിയുടെ അനുഭാവികളായി നിൽക്കുന്ന ആളുകളുണ്ട്. അവരടക്കം 2000-ന് മുകളിൽ ആളുകൾ ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. ഉദയംപേരൂരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഓരോ പ്രദേശങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളിടയിൽ ഞങ്ങളെ അറിയാവുന്ന, ഞങ്ങളെ കേട്ടിട്ടുള്ള, ഞങ്ങളെ അടുത്തറിയുന്ന, ഞങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിച്ചിട്ടുള്ള സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പിന്തുണയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അതിലെല്ലാം വിരല് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം വളരെ മോശപ്പെട്ട ചെളിവാരി എറിയുന്ന പ്രചരണത്തിലേക്കടക്കം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അവർ കടന്നിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഒന്നുകൂടി സഹായകരമായിട്ടുണ്ട്.